ചില കാലഘട്ടങ്ങൾ ചരിത്രം കുറിക്കാനല്ല, ചരിത്രം മാറ്റി എഴുതാനാണ് പിറക്കുന്നത്. 2014 ആ മെയ് മാസത്തിൽ തുടങ്ങിയ യാത്ര പുതിയൊരു ചരിത്ര താളിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ജൂൺ 10 ഈ ദിവസം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടും. തുടർച്ചയായി 4399 ദിവസങ്ങൾ, ജവഹർലാൽ നെഹ്റുവിൻ്റെ 4398 ദിവസങ്ങളുടെ റെക്കോർഡ് വഴിമാറുന്നു. മോദി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിക്കുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി മാറുന്നു. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ ആധിപത്യമുണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് സഖ്യകക്ഷി രാഷ്ട്രീയത്തിൻ്റെയും പ്രാദേശിക ശക്തികളുടെയും കടുത്ത മത്സരത്തിൽ നിറഞ്ഞ ഇന്നത്തെ ഇന്ത്യയിലേക്ക് ഈ മാറ്റത്തിൻ്റെ സാക്ഷിയാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലം. 1951-52 ആ പൊതു തെരഞ്ഞെടുപ്പിൽ 53 പാർട്ടികൾ മത്സരിച്ചപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 744 ഉയർന്നു. ഇതിൽ 2014 ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 282 സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. ശേഷം 2014 മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് BJP 303 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തി. ഇതോടെ തുടർച്ചയായി 2 തവണ കേവല ഭൂരിപക്ഷം നേടുന്ന ആദ്യത്തെ കോൺഗ്രസ് അതീത പാർട്ടിയായി BJP മാറി. ശേഷം 2024 തെരഞ്ഞെടുപ്പിലും BJP മികച്ച മുന്നേറ്റം തുടർന്നു. മോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലെത്തുന്ന ജനപ്രതിനിധി എന്ന വലിയ റെക്കോർഡ് മുൻ സിക്കിം മുഖ്യമന്ത്രി പവൻ കുമാർ ചാലിങ്ങിനെ പിന്തള്ളി അദ്ദേഹം സ്വന്തം പേരിലാക്കുന്നു. ഒരു ഭരണാധികാരിയായി 1/4 നൂറ്റാണ്ടോളം കാലം അധികാരത്തിലിരിക്കുക, ഒപ്പം തുടർച്ചയായി 3 തവണ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു വലിയ നേട്ടമാണ്. ഗുജറാത്തിലെ വാഡ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്ന ഒരു സാധാരണ ബാലൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ അമരക്കാരനായി മാറിയ ചരിത്രം അത്യന്തം ആവേശകരമാണ്. രാഷ്ട്രീയത്തിൽ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന മനുഷ്യൻ ഇന്ത്യയുടെ അധികാര സ്ഥിരാകേന്ദ്രമായ ഡൽഹി പിടിച്ചെടുക്കിയത്. ഒരു സാധാരണ RSS പ്രചാരകനായി ജീവിതം തുടങ്ങി സംഘടനയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ച് പിന്നീട് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. ഗുജറാത്തിനെ വികസനത്തിൻ്റെ പുതിയ പാതയിലേക്ക് നയിച്ച മോദി അവിടെ തുടർച്ചയായി 3 തവണയാണ് മുഖ്യമന്ത്രിയായത്. ആ ഗുജറാത്ത് മോഡൽ വികസനം തന്നെയാണ് 2014 അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്കും എത്തിച്ചത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിമാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തുടങ്ങി അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം ഗ്രാമങ്ങളിലേക്ക് എത്തിയതും UPI ഇടപാടുകൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതും വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങിയതും നവ ഇന്ത്യയുടെ വികസന കുതിപ്പുകളായി. പാവപ്പെട്ടവർക്കുള്ള സൗജന്യ ഗ്യാസ് കണക്ഷനുകളും ഭവന പദ്ധതികളും സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ജനസ്വീകാര്യത നേടിക്കൊടുത്തു. ടെലിവിഷൻ ചാനലുകളോ സോഷ്യൽ മീഡിയയോ ഇല്ലാതിരുന്ന നെഹ്റുവിൻ്റെ കാലത്ത് നിന്ന് 24 മണിക്കൂറും ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് നടുവിലുള്ള ഈ കാലം വെല്ലുവിളികൾ ഏറെയായിരുന്നു. പക്ഷേ ഓരോ ദിവസവും അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറി. വെറുമൊരു ഭരണാധികാരി എന്നതിലുപരി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം അതിശക്തമായി ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം. വികസനത്തിനൊപ്പം തന്നെ ശത്രു രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ശക്തമായ വിദേശ പ്രതിരോധ നയങ്ങളും മോദി സർക്കാരിൻ്റെ പ്രത്യേകതയാണ്. അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചാൽ അപ്പോൾ തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ടിറ്റ് ഫോർ ടാറ്റ് നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ കയറി ഇന്ത്യൻ സൈന്യം നടത്തിയ അതിസാഹസികമായ സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയ്ക്ക് പകരമായി നടത്തിയ ബാലക്കോട്ട് ഭീകരാക്രമണവും ശത്രുരാജ്യങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായിരുന്നു. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളിലും ഗൽവാനിലുമെല്ലാം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾക്ക് പിന്തുണ നൽകി. ശത്രുവിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഭീകരവാദത്തോട് ഒരെതിർപ്പുമില്ലാത്ത ഒരു പുതിയ ഇന്ത്യയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. പശ്ചിമേഷ്യൻ പ്രശ്നം കത്തി നിൽക്കുമ്പോഴും പരുക്കുകളില്ലാതെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഈ പ്രതിസന്ധികൾക്കിടയിലും നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ട്. മോദിയുടെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ തന്നെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്: ഈ പ്രതിസന്ധി നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല, പക്ഷേ മോദിക്കത് കഴിയുന്നുണ്ട്. ഇന്ത്യ മോദിയുടെ കാലത്തിന് മുൻപും പിൻപും എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്: നരേന്ദ്ര ദാമോദർദാസ് മോദിയെ നിങ്ങൾക്ക് വിമർശിക്കാം, വെറുക്കാം, പക്ഷേ ഒരിക്കലും അയാളെ അവഗണിക്കാൻ സാധിക്കില്ല.